പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പോസ്റ്റർ നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഇങ്ക്സ്കേപ്പ് ആപ്ലിക്കേഷനിൽ പോയതിനു ശേഷം ഇങ്ക്സ്കേപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു വിൻഡോ കാണാം. അതിൽ ന്യൂ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ക്സ്കേപ്പ് ജാലകം തുറന്നു വരും. അതിൽ ഇടത് ഭാഗത്ത് കാണുന്നതാണ് ടൂൾ ബോക്സ്. അവിടെ നമുക്ക് ആവശ്യമായ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാൻ. അതിന്റെ സെന്ററിൽ കാണുന്നതാണ് ക്യാൻവാസ് അല്ലെങ്കിൽ പേജ് എന്ന് പറയും. അതിലെ ക്യാൻവാസിന്റെ വലിപ്പം എങ്ങനെ ക്രമീകരിക്കാം നോക്കാം. ഫയൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ പോവുക. അതിന്റെ വിഡ്ത്തും ഹൈറ്റും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ 300-350 കൊടുക്കുക. എന്നിട്ട് ആ ജാലകം ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ക്യാൻവാസിന്റെ സൂം ഔട്ട് ചെയ്തിട്ട് ആ ക്യാൻവാസിനെ നേരെ നമ്മളുടെ സെന്ററിലേക്ക് ആക്കി. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് പോസ്റ്ററിന് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാൻവാസിൽ നമ്മളൊരു ചതുരം വരയ്ക്കുന്നു. റെക്ടാങ്കിൾ വരയ്ക്കുക. അതിനാവശ്യമായ കളർ, താഴെയുള്ള കളർ പാലറ്റിൽ നിന്നും ആവശ്യമായ കളർ നൽകുക. ഞാനിവിടെ കൊടുക്കുന്നത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം നമുക്കിനി അതിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ടൂൾ ബോക്സിൽ എ എന്ന് പറയുന്നതാണ് ടെക്സ്റ്റ് ടൂൾ. അവിടെ സേ നോ എന്ന് പറഞ്ഞ് ഞാൻ നമ്മളുടെ പോസ്റ്ററിലെ ആദ്യത്തെ വാചകം ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിനു ശേഷം സെലക്ഷൻ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആവശ്യമായ വലിപ്പത്തിലേക്ക് ആക്കി. അതിനുശേഷം അത് നമ്മൾ സെലക്ട് ചെയ്തത് അതിന്റെ ഫോണ്ട് ഫാമിലി നമ്മളവിടെ ഉബുണ്ടു സെലക്ട് ചെയ്തതിന് ശേഷം അതിനാവശ്യമായ വലിപ്പത്തിലേക്ക് ക്രമീകരിക്കുക. സേ നോ എന്നുള്ളതിന് ഞാൻ ഇവിടെ റെഡ് കളർ കൊടുത്തിട്ട് നേരെ നമ്മളത് ക്യാൻവാസിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ടെക്സ്റ്റ് ബോക്സിൽ എടുക്കുന്നു. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അടുത്തത് വാർ എന്ന് ടൈപ്പ് ചെയ്തു. വാറിന് ആവശ്യമായ വലിപ്പത്തിലേക്ക് ആക്കിയതിനു ശേഷം അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഫാമിലി നമ്മളവിടെ ഉബുണ്ടു സെലക്ട് ചെയ്തിട്ട് നോർമൽ എന്നുള്ളത് അവിടെ പോയിട്ട് ബോൾഡ് എന്നാക്കുന്ന ആവശ്യമായ അക്ഷരങ്ങൾക്ക് ആവശ്യമായ വെള്ളം കൂടുതൽ തോന്നുന്ന രീതിയിലാക്കിയതിനു ശേഷം അതിന് കളർ പാലറ്റിൽ നിന്നും മഞ്ഞ കളർ നൽകി അതിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ആ ക്യാൻവാസിലേക്ക് കൊണ്ടുവരുന്നു. അടുത്തത് നമുക്ക് അതിന് ഒരു ചെറിയൊരു റെക്ടാങ്കിൾ ബോക്സ് ആണ് വരയ്ക്കാനുള്ളത്. ആ റെക്ടാങ്കിൾ ബോക്സ് വരച്ച് നീല കളർ കൊടുത്തതിന് ശേഷം അതിനെ സെന്ററിലേക്ക് നമ്മൾ ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കുന്നു. ഇനി അതിൽ വേണ്ടത് നമുക്ക് 2 എന്ന് ടൈപ്പ് ചെയ്യണം. 2 എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ആ 2ന്റെ വലിപ്പം ക്രമീകരിക്കുകയും ആവശ്യമായ രീതിയിൽ അത് ബോൾഡാക്കിയതിനു ശേഷം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ വലിപ്പം ക്രമീകരിച്ച് നേരെ നമ്മൾ ആ റെക്ടാങ്കിളിലേക്ക്, ബ്ലൂ കളർ കൊടുത്ത റെക്ടാങ്കിളിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് അതിനുശേഷം അതിന് വൈറ്റ് കളർ നൽകും. ഇത്രയും ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഓഗസ്റ്റ് 6 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ അക്ഷരങ്ങൾക്കൊക്കെ ഇതേപോലെ നമുക്ക് ആവശ്യമായ രീതിയിൽ എങ്ങനെയാണോ വേണ്ടത് വലിപ്പം ക്രമീകരിക്കാനും നിറങ്ങൾ നൽകാനും നമുക്ക് കളർ പാലറ്റിൽ നിന്ന് ആവശ്യമായ കളറുകൾ കൊടുക്കാം. എന്നിട്ട് അവിടെ ആവശ്യമുള്ള കളർ നൽകി. ഇനി അടുത്തത് നമുക്ക് ഹിരോഷിമ ഡേ എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അക്ഷരങ്ങളെ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഹിരോഷിമ ഡേ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ആവശ്യമായ വലിപ്പത്തിലും അതേപോലെ നിറങ്ങളൊക്കെ അവിടെ നൽകാം. എന്നിട്ട് അതിനെ നമ്മൾ വീണ്ടും ഡ്രാഗ് ചെയ്തിട്ട് നമ്മളുടെ പോസ്റ്ററിലേക്ക് കൊണ്ടുവച്ച് ആവശ്യമായ വലിപ്പം ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമായ രീതിയിൽ, ഭംഗിയായ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് അക്ഷരങ്ങളെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അലൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് അതിൽ ഓഗസ്റ്റ് 6ന്റെ അവിടെ ഡോട്ട് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്തു? ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് കീബോർഡിലെ കുറെ ഡോട്ടുകൾ എടുത്തിട്ട് അത് നമ്മൾ എടുത്ത് ഓഗസ്റ്റ് 6ന്റെ അവിടെ വെച്ചു. ഇനി അതിന്റെ അതേപോലെ തന്നെ നമുക്ക് ഇടത് ഭാഗത്തും വേണം. അതിന് കളർ കൊടുത്തു. അതിനുശേഷം എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് അതേപോലെ ഒരു ഈ ലൈനിന്റെ അതേപോലെ നമുക്കൊരു എഡിറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അങ്ങനെ അതിനെ ഇടത് ഭാഗത്തേക്ക് വെച്ച്
നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്തതിന് ശേഷം ഓബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് മാറുകയും അക്ഷരങ്ങളെ എപ്പം വേണമെങ്കിൽ നമുക്ക് അത് അൺഗ്രൂപ്പ് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വീണ്ടും ചെയ്യാം. അതിനുശേഷം നമ്മളത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുന്ന നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഫോമിലെ നിങ്ങളെ 10A എന്ന് പറയുന്ന ക്ലാസ്സിന്റെ അകത്ത് പോസ്റ്റർ എന്ന രീതിയിൽ അതിനെ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് പോസ്റ്റർ എന്ന രീതിയിൽ സേവ് ചെയ്ത് വെക്കുക. ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ ദിവസത്തെ പ്രവർത്തനം. ഓക്കെ, താങ്ക് യു.